കുട്ടികൾക്കൊക്കെ വെയിറ്റ് ഗെയിനിങ്ങിന് പറ്റിയിട്ടില്ല നല്ലൊരു സെർലാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് ബസുമതി റൈസ്, 1 കപ്പ് ചുവന്ന പരിപ്പ്, 1 കപ്പ് പായസപ്പരിപ്പ്, 1 കപ്പ് പൊട്ടുകടല, 1 കപ്പ് മക്കാന കേട്ടോ. അപ്പോൾ മക്കാന നമുക്ക് കഴുകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ബാക്കിയുള്ളതൊക്കെ നല്ലപോലെ കഴുകിയെടുക്കണം. ഒരു 5-6 തവണയിൽ നല്ലോണം കഴുകിയെടുക്കുക. എന്നിട്ട് ഒന്ന് എന്താ പറയുക, വെയിലത്തിട്ട് ഉണക്കുക. വെയിൽ തട്ടുന്ന സ്ഥലത്ത് തന്നെ വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കുക. ഞാൻ ഇവിടെ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ ഉണക്കിയെടുക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു മണിക്കൂറൊക്കെ ഒന്ന് വെച്ചാൽ മതി. എന്നിട്ട് അതെടുക്കുക. അപ്പോൾ നല്ലോണം നമുക്ക് വറുത്തെടുക്കണം. അടുത്ത പ്രൊസീജിയർ അതാണ്. അപ്പോൾ ഞാൻ കുറച്ച് പീനട്ട് കടല എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം വറുക്കുക. അപ്പോൾ എനിക്കിവിടെ പറ്റിയിട്ടുള്ള ഫാൾട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ പീനട്ട് ബട്ടർ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് പൊടിച്ച സമയത്ത് അതിലുള്ള ഓയിൽ കണ്ടൻറ്റ് വന്നിട്ട് നമുക്ക് പൊടിയാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു സംഭവങ്ങൾ അത് മാത്രം ഒറ്റയ്ക്ക് പൊടിച്ചിട്ട് വേറൊരു കുപ്പിയിലാക്കി വെക്കുക. ഞാൻ അതിൽ കാണിക്കാൻ മറന്നതാണ്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കാം. പിന്നെ ബാക്കിയുള്ള നട്ട്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ 1 കപ്പ് ആൽമണ്ട്, 1 കപ്പ് കാഷ്യൂനട്ട്, 1 കപ്പ് മക്കാന, 1 കപ്പ് വെളുത്താവില്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നല്ലോണം വറുത്തെടുത്തിട്ട് ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ഈ 2 ബോട്ടിലാണ് കിട്ടിയിട്ടുള്ളത്. ഒരു ബോട്ടിൽ ഫുൾ, ഒരു ബോട്ടിൽ ഒരു 3/4 ഭാഗം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ സെർലാക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു 1.5 ടീസ്പൂണാണ് ഞാനിവിടെ സെർലാക്കിൻ്റെ പൊടി എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ അവൾക്ക് ലാക്ടോജൻ പൗഡർ ആട്ടോ കൊടുക്കാറ് ഫുഡിലൊക്കെ. അപ്പോൾ അതും കൂടെ 2 സ്പൂൺ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാ കുറുക്കുണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാനിവിടെ അവൾക്ക് മധുരത്തിനായിട്ട് ജാഗരി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എന്താണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു പീസ് ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നമ്മുടെ കുട്ടികൾക്ക് ഫുഡിലൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.